ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തജ്വീദുൽ ഖുർആൻ 2ാം ക്ലാസ്സിൻ്റെ 9ാമത്തെ പാഠഭാഗമായിട്ട് നിങ്ങൾക്ക് വരുന്നത് സൂറത്തുൽ മുത്തഫിഫീൻ. അപ്പോൾ നമുക്ക് സൂറത്ത് ഉസ്താദിൻ്റെ ഖിറാഅത്ത് കേൾക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ വർക്കൊക്കെ മനസ്സിലാക്കാം. സൂറത്തുൽ മുത്തഫിഫീൻ അതും കൂടെ ഓതാനുണ്ട്. ഓതിയാലോ? നോക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഇക്താലൂ അലൻ നാസി യസ്തൗഫൂൻ وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين كلا إن كتاب الفجار لفي سجين وما أدراك ما سجين كتاب مرقوم ويل يومئذ للمكذبين الذين يكذبون بيوم الدين وما يكذب به إلا كل معتد أثيم إذا تتلى عليه آياتنا قال أساطير الأولين كلا بل ران على قلوبهم ما كانوا يكسبون كلا إنهم عن ربهم يومئذ لمحجوبون ثم إنهم لصال الجحيم ويل للمطففين الذين إذا اكتالوا على الناس يستوفون وإذا كالوهم قالوا لتا وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين. വളരെ ശ്രദ്ധിക്കേണ്ട ആയത്തുകളാണ് ഇതൊക്കെ. ഓക്കെ. കല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ. ജീമിൻ്റെ ഷദ്ദ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും ശ്രദ്ധിച്ചു പറയണം. ഫുജ്ജാരി ലഫീ സിജ്ജീൻ ആവാൻ പാടില്ല. ജീമിൻ്റെ ഷദ്ദ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും ശ്രദ്ധിച്ചു പറയണം. ഫുജ്ജാരി ലഫീ സിജ്ജീൻ ആവാൻ പാടില്ല. വമാ അദ്റാക മാ സിജ്ജീൻ കിതാബും മർഖൂം വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ ദാൽ അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ വമാ യുകദ്ദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം. മുഅ്തദിൻ അസീം, നസീം ആവരുത്, മുഅ്തദിൻ അസീം. ഇദാ തുത്ലാ അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ. അസാതീറു എന്ന് പറഞ്ഞിടത്ത് സീനിന് സാദായിട്ട് അസാതീറു ആവാൻ പാടില്ല കേട്ടോ, ശ്രദ്ധിക്കണം. പിന്നെ ഇതാ സക്കത്തയുടെ സ്ഥലം വന്നു. കല്ലാ ബൽ റാന. സക്കത്ത വിശദമായി നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ സ്ഥലമാണ് ഒന്നിത്. കല്ലാ ബൽ റാന. ബാക്കി كلا إنهم عن ربهم يومئذ لمحجوبون ثم إنهم لصال الجحيم صدق الله العظيم. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്ക് വരുന്നത് നക്ര വായിക്കാൻ വന്ന് ഇതിൽ ഏതാനും ചില വേർഡ്സുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കാം. എന്താണ്? വൈലുല്ലിൽ മുത്തഫിഫീൻ. വൈലുല്ലിൽ
3 ലാമുകൾ വരുന്നുണ്ട്. വൈലുല്ലിൽ മുത്തഫിഫീൻ, തൻവീന് ശേഷം ലാമ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ പിന്നെ ഇദക്താലു അലന്നാസ്, ഇദക്താലു അലന്നാസ്, യസ്തൗഫൂൻ, ഔവസനൂഹും, ഔവസനൂഹും. പിന്നെ കിതാബൽ ഫുജാർ, കിതാബൽ ഫുജാർ. അടുത്തതോ ലഫി സിജ്ജീൻ, ലഫി സിജ്ജീൻ. കിതാബും മർകൂം, കിതാബും മർകൂം. യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ, യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ. കുല്ലു മുഅ്തദിൻ അസീം, കുല്ലു മുഅ്തദിൻ അസീം. യുഖ്സിറൂൻ, യുഖ്സിറൂൻ. ലിറബ്ബിൽ ആലമീൻ, മബൂസൂൻ, മബൂസൂൻ. മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഖുറാനിലെ ഓത്തിൻ്റെ കൂടെ ഇങ്ങനൊരു സ്ഥലം കണ്ടിരുന്നു അല്ലേ, ഇങ്ങനൊരു ആയത്ത്. അപ്പോൾ അവിടെ കല്ലാ ബൽ റാന, കല്ലാ ബൽ റാന എന്ന് ചേർത്ത് പറയാൻ പാടില്ല. അപ്പോൾ ഇവിടെ എന്താ സക്കത്ത എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു നീല കളറിൽ ഇവിടെ കാണിച്ചെന്ന് മുകളിലൊരു സീന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സക്കത്തയാണ്. സക്കത്ത എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാതെ അല്പം അടങ്ങണം. ഇവിടെ കല്ലാന്ന് ബൽ എന്ന് പറഞ്ഞിട്ട് ശ്വാസം വിടരുത്. എന്നിട്ട് വേണം ഇത് റാന പറയാൻ. കല്ലാ ബൽ റാന. അവിടെ ഒന്ന് അടങ്ങി നിൽക്കുക, എന്നിട്ട് അടുത്തത് റാന പറയാം, ശ്വാസം വിടാതെ. അപ്പോൾ ഇത് എക്സാമിന് വരാറുണ്ട്. ഇവിടെ കല്ല എന്നിടത്താണോ ബല്ല എന്നിടത്താണോ റാന എന്നിടത്താണോ ഈ സീന് ചിഹ്നം വേണ്ടത്? ഇത് തരൂല, മനസ്സിലായോ? സീന് തരൂല. ഇത് നോക്കണ്ട, സീന് തരാതെ നമുക്ക് ഇങ്ങനെ തരും. ഇതിൽ ബല്ല കഴിഞ്ഞിട്ട്, ബൽ കഴിഞ്ഞിട്ടാണോ സീന്, കൽ കഴിഞ്ഞിട്ടാണോ സീന്, എവിടെയാണ് അല്പം അടങ്ങേണ്ടതെന്ന് ചോദിച്ചാണ് ബലിൻ്റെ എവിടെയാണ് എന്നുള്ളത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ അത് മനസ്സിലാക്കണം കേട്ടോ, എക്സാമിന് വരുന്നതാണ്, വന്നിട്ടുണ്ട്. അപ്പോൾ കല്ലാ ബൽ ഇവിടെ എങ്ങനെ ഓതണം എന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ അല്പം അടങ്ങണം, അല്പം അടങ്ങണം, അത് മനസ്സിലാക്കട്ടോ. കല്ലാ ബൽ റാന എന്നിടത്ത് ബൽ എന്നിടത്ത് അല്പം അടങ്ങണം. ഇനി എന്താണ് നുലാഹില ഇദാമും ബിലാവുന്ന, ഇദാമും ബിലാവുന്ന റാ കൊണ്ട്, റാ കൊണ്ട് ഇദാം ബിലാവുന്ന വരുന്നത്. അതായത് നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം റാ വന്നാൽ അവിടെ ഇദാമും ബിലാവുന്നയാണ്. ഇദാമും ബിലാവുന്ന എന്ന് പറഞ്ഞാൽ ഉന്നത്ത് കൂടാതെ ഓതണം. ഇദാമും ബിലാവുന്ന. അപ്പോൾ ഇവിടെ മിർ റബ്ബിഹിം, നൂനിനെ ഇവിടെ നമ്മൾ ഉച്ചരിക്കേ ചെയ്യരുത്, ഉച്ചാരണത്തിലൂടെ കാണരുത്. മിൻ റബ്ബിഹി എന്ന് ഓതരുത്, വെളിവാക്കരുത്. പിന്നെ മിൻ എന്ന് പറഞ്ഞാൽ ഉന്നത്തുണ്ടാവാൻ പാടില്ല. എങ്ങനെ ഓതണം എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം. അങ്ങനെ ഉന്നത്തില്ലാതെ ഓതുന്നതിനാണ് ഇദാം ബിലാ ഉന്ന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നൂനിൻ്റെ ശേഷം റാ വന്നു. പിന്നെ സമറത്തി റിസ്ക, തിൻ റിസ്ക എന്ന് ഓതരുത്. സമറത്തി റിസ്ക, തിൻ തൻവീൻ്റെ തിൻ വരരുത്, മനസ്സിലായില്ല? അപ്പോൾ തെൻവീന് ശേഷം റാ. അപ്പോൾ ഇതുപോലെ ഒക്കെ മനസ്സിലാക്കുക, എങ്ങനെയാണ് ഓതേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇദാം ബിലാ ഉന്ന, തൻവീന് ശേഷം റാ വന്നു, ഇവിടെ നൂന് ശേഷം റാ വന്നു, ഇവിടെ നൂന് ശേഷം റാ വന്നു, ഇവിടെയും നൂന് ശേഷം റാ വന്നു, ഇവിടെയും നൂന് ശേഷം റാ, നൂന് ശേഷം റാ, തൻവീൻ റാ. അപ്പോൾ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം റാ വരുമ്പോൾ ഉന്നത്ത് കൂടാതെ ഓതണം. ഓക്കെ, അത്ര മനസ്സിലാക്കുക. അപ്പോൾ ഓതുന്ന രീതി ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. കൂടുതലായിട്ട് നിങ്ങൾ അതിനെ തജ്വീദ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, നൂനിനെ ഉച്ചരിക്കാതെ എന്ത് ചെയ്യണം, ഇവിടെ ഇതിലേക്ക് ചേർത്ത് ഓതുക. മിർ റബ്ബിഹി, ഉന്നത്തൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇവിടെയും ഉന്നത്തില്ലാതെ ഓതലാണ്. സമറത്തി റിസ്ത എന്ന്. ഇനി ഇവിടെ താഴത്ത് കുറച്ച് ആയത്തുകൾ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഇദാം ബിലാവുന്ന ചെയ്ത് ഓതുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കി അടയാളപ്പെടുത്താം. ഇവിടെ തൻവീന് ശേഷം കാഫാണ് വന്നത്, അവിടെ ഇഫ ആണ്. നമ്മൾ മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ നൂനിന് ശേഷം റാ വന്നു, തൻവീന് ശേഷം റാ വന്നു. അപ്പോൾ ഇവിടെ മിർ റബ്ബിർ റഹീം, മിർ റബ്ബിർ റഹീം എന്നാണ് ഓതേണ്ടത്, മനസ്സിലാക്കുക. പിന്നെ ഇവിടെ തൻവീന് ശേഷം റാ, ശൈത്താനിർ റജീം, മനസ്സിലായില്ല? പിന്നെ മിർ റബ്ബിക, ഇവിടെ തൻവീന് ശേഷം ആണ്, അത് ഇൽഹാറാണ്. പിന്നെ ഇവിടെ തൻവീന് ശേഷം റാ വന്നു. പിന്നെ മിർ റബ്ബിൽ ആലമീൻ, നൂന് ശേഷം റാ വന്നു. അപ്പോൾ അതൊക്കെയാണ് എന്ത് ഇദാമും ബിലാവുന്ന വന്ന ആയത്തുകൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അടയാളപ്പെടുത്തുക. ഇത്രയാണ് ഈ സൂറത്തിൻ്റെ ഈ ഭാഗത്തിൽ പഠിക്കാനുള്ളത്. അടുത്ത ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും തെറ്റുകളൊക്കെ പെട്ടുപോകാം, കട്ട് ചെയ്യുന്നതിലൊക്കെ വന്നു പോകാം. അപ്പോൾ അതൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.